മൃണാൾ വ്ളോഗ് ഭയങ്കര സംഭവമാണ്. പുള്ളി ഫുഡ് കണ്ടുപിടിച്ചതേ പുള്ളിയാണ്. മലയാളികൾക്ക് ഫുഡ് കണ്ടുപിടിച്ചു കൊടുത്തതും ഫുഡ് കഴിക്കാൻ പഠിപ്പിച്ചതും ഫുഡ് നല്ലതേതാ ചീത്ത ഏതാ നല്ലത് എന്താ കഥ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ വന്നിട്ട് മറ്റേ കമൻ്റ് ഇടുന്നവരെയൊക്കെ അലവലാതി എന്നൊക്കെ വിളിക്കുകയാണ്. എന്ത് വക മനുഷ്യനാണ് എടോ? തനിക്ക് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, കാര്യം ഉണ്ടായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലും തനിക്ക് നേരിടാൻ പറ്റില്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ ഈ പണിക്കൊക്കെ വരുന്നത്? അങ്ങ് വ്ളോഗറായിട്ട് തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരായിരുന്നു. വ്ളോഗറായിട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ കളിയാക്കി കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ വന്ന് തള്ളിക്കഴിഞ്ഞാൽ, ആരെങ്കിലുമൊക്കെ അങ്ങ് തേച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കീടങ്ങളൊക്കെ വളർന്നു വന്നതേ. ഈ തൊപ്പി, ഇയാൾ കുറേ എണ്ണം വന്നിട്ട് മറ്റേ എല്ലാവരെയും പുച്ഛിക്കുക. എല്ലാവരും മറ്റേ ഈ ഇടയ്ക്ക് മൈത്രേയ എന്ന് പറഞ്ഞൊരു അയാളുണ്ടായിരുന്നല്ലോ, അയാളുടെ കുറേ വീഡിയോ ഒക്കെ കുറേ ആൾക്കാരൊക്കെ ചെയ്തതാണ്. ഞാൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ദിവസമായി. നമുക്ക് സമയമില്ല, വീഡിയോ ചെയ്യാനുള്ള സ്ഥലമില്ല. പാവപ്പെട്ടവൻ ഇയാൾ പറയുന്നുണ്ട്, ഇയാളുടെ റെസ്റ്റോറൻറ്റിൽ വരുന്നവരൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്, സാധാരണക്കാർക്കുള്ള റെസ്റ്റോറൻറ്റാണ്. എന്നാൽ ചീപ്പ് റെസ്റ്റോറൻറ്റ്, ചീപ്പസ്റ്റ് പ്രൈസസ് ഇൻ ദിസ് റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചുകൂടെ പേര്? അങ്ങനെ വെക്കില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാണക്കേട്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സി ആയി പോകും. അല്ലേലേ കോൺട്രവേഴ്സിയാണ്. ഇയാൾക്ക് പറയാനുള്ള ഒരു ഒറ്റ ഡയലോഗ് പണ്ട് നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा। तुम अपने आप को बहुत बड़े समझते हो, उसका नाम है अहंकार। आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज। समझा? खबरदार, बदतमीज कहेगा उल्लू का फटा। ഇവിടെ ഇയാൾ ആരാണ്? ഇയാളുടെ വിചാരം എന്താണ്? ഇയാൾക്കൊരു വിചാരമുണ്ട്, തനിക്കൊരു വിചാരമുണ്ട്, താൻ ഏതോ വലിയ കോപ്പിലത്തെ രാജാവാണെന്ന്. ഒരു പുല്ലുമില്ല, മനസ്സിലായ? താനൊരു പുല്ലുമല്ല. നമ്മുടെ മലയാളീസിൻ്റെ മണ്ടത്തരം കാരണം വളർന്നു വന്ന ചില ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് ഇയാൾ. ഫുള്ള് വളിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇയാൾ പോയിട്ട് കഴിക്കുന്നു, അത് 2-3 ക്യാമറയിൽ പകർത്തുന്നു, പിന്നെ ഇയാൾ വോയിസ് ഓവർ കൊടുക്കുന്നു, അങ്ങ് ഉണ്ടാക്കുന്നു. മറ്റേ സഞ്ചാരം പരിപാടി ഉണ്ടായിരുന്നല്ലോ, അത് കണ്ട് കോപ്പി അടിച്ചാണ് ഈ വാണങ്ങളൊക്കെ വളർന്നു വന്നത്. മല്ലു ട്രാവലർ എന്ന് പറഞ്ഞൊരു വാണം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ അടുത്തൊന്നും വലുതായിട്ട് കാണാനില്ല. അങ്ങ് സ്ത്രീ പീഡനവും ബോക്സോയും മറ്റതും മറിച്ചതും ഇനി പറയാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി അവൻ്റെ പേരിൽ കേസ്, ഇനി മറ്റേ കൊലക്കേസും കൂടെ, അതിനുള്ള ശ്രമം കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ആണ് നമ്മൾ കേട്ടത്. പോട്ടെ, നമ്മൾ ടോപ്പിക്കിൽ നിന്ന് വഴുതി പോകണ്ട. ഇയാൾ ഒരുമാതിരി വന്നിട്ട് ഫുഡ് വ്ളോഗിങ് എന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക, കാശ് കൊടുത്താണ് കഴിക്കുന്നത്, അപ്പോൾ അത് പകർത്തുക, അത് വീഡിയോ ആക്കുക. ഈ മണ്ടന്മാരാണ് നമ്മുടെ ആൾക്കാർ, മണ്ടന്മാരാണ്. ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇവനൊക്കെ വന്നു കഴിയുമ്പോൾ എണീറ്റ് ഓടാൻ മീരെ എന്ന് പറഞ്ഞൂടെ? അത് പറയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വേറെ വല്ലതും പുലിവാലം ഉണ്ടാക്കുമെന്നുള്ള പിന്നെയും പേടിയാണ്, അതിലും പേടിയാണ്. ഇങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കുന്ന കണ്ടില്ലേ? മറ്റേ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ് ആയി, മറ്റേതായി, വണ്ണമുള്ള ആളിനെ കളിയാക്കി. ഒരു 10 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവനെയൊക്കെ തേച്ച് ഒട്ടിച്ച് ഇങ്ങനെ പപ്പട പരിവാക്കിയാണ് നമ്മുടെ പിള്ളേരെ. ഈ വിക്കിത്തക്കൊക്കെ വന്നിട്ട് പറയുന്നത് ഞാൻ പുള്ളിയുടെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ പുള്ളിയൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് പുള്ളിക്ക്. പോരട്ടെ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പുള്ളി ഈ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലുതായിട്ട് പറയാറില്ല. നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ആണെങ്കിലും കൈസാണേലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മറ്റേ ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര പേടിയാണ്. അതൊരു പ്രശ്നമാണ്. ഇപ്പോൾ അത് ഭയങ്കര നമ്മൾ വേണ്ടാത്തൊരു കാര്യം എടുത്ത് ഇങ്ങനത്തെ ആൾക്കാർ, ഈ രേണുസുരി, ഇയാളെയൊക്കെ ഊക്കി വിടേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഒരു മാന്യത, ഒരു ഫേക്കായിട്ടുള്ള മാന്യതയാണ് അത്. ഈ അടുത്ത് കൂടിയതാണ് നമ്മുടെ കൂടെ ഒരു ബാധയെ പോലെ മാന്യത കീപ്പ് ചെയ്ത് ഇങ്ങനത്തെ വാണങ്ങളെയൊക്കെ നമ്മളിങ്ങനെ വെച്ച് പൊറപ്പിക്കുന്നതാണ്. എന്ത് കാര്യത്തിന് ഇല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. ഇതൊക്കെ സമൂഹത്തിന് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി, സമൂഹത്തിന് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ സമൂഹത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്യാതിരുന്നൂടെ? വേറെ വല്ലോൻ്റെയും കടയിൽ ചേർന്ന് കഴിഞ്ഞാൽ കടയിൽ ഇരുന്ന് കഴിയുമ്പോൾ അതൊരു കോമഡിയാവും. ധർമ്മജൻ പറഞ്ഞ കോമഡി, അത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നല്ല, അത് മറ്റേ ഞാൻ മൈ ബോസിലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എന്ത് വക മനുഷ്യനാണ്? സ്ട്രോ മറ്റേ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, പ്ലേറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം, സ്ട്രോയ്ക്ക് കാശ് കൊടുക്കണം. അത് സാധാരണക്കാർക്കുള്ള കടയാണ് കേട്ടോ, സാധാരണക്കാർക്കുള്ള കടയെ. ഇയാൾ ഭയങ്കര ബുദ്ധിമാനാണ്, ഭയങ്കര ബുദ്ധിയാണ്. അതായത് പെസ്റ്റ് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 18 ലക്ഷം രൂപ എക്സ്ട്രാ ചിലവാകും. അപ്പോൾ
കൂടുതലായിട്ട് ഇപ്പോൾ അടിക്കുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരു റോളക്സും കൂടെ എൻ്റെ കയ്യിൽ കിടക്കുന്നു. എൻ്റെ അമ്മേ, ഇയാൾ മറ്റേ റോളക്സിൽ ഉണ്ടായ ഒരു കുഞ്ഞ്. ആരടെ ഇയാൾ? ആരടെ ഇയാളെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും അത് ടോക്സിക്കാണ്, അങ്ങനത്തെ ആൾക്കാരൊന്നും നമുക്ക് ആവശ്യമില്ല. കമൻറ്റൊക്കെ ലൈവിലൊക്കെ വന്നിട്ടേ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കമൻറ്റൊക്കെ ഇവർ തന്നെ അടിച്ചു കളയുമെന്നു. അത് ഇങ്ങനെ വലിയ ഒരു ഗമയായിട്ട് പറയുക. ഇതിനകത്ത് എന്താടാ ഗമ? എടാ, അവനവൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് നേരിടാൻ പറ്റിയില്ലെങ്കിൽ പോയി വേറെ വല്ലതും പണി നോക്ക്. അല്ലാതെ ഇമ്മാതിരി വന്ന് ഊളിത്തരം വന്ന് പറയാതെ ഫുഡ് വ്ളോഗർ, മറ്റേ ഫുഡ് കണ്ടുപിടിച്ച ഒരു വ്യക്തി ആരടാ അവൻ? ഇവനെയൊക്കെ വലിയ ഈ മാന്യമായിട്ടൊക്കെ നേരിടാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നം. നമുക്ക് നല്ല രീതിയിൽ വീഡിയോ ഇടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇല്ലാതായിപ്പോയി. അല്ലെങ്കിലുണ്ടല്ലോ ഇവനെയൊക്കെ പാന്ന റാസ്കൽ ഒരു ഭയങ്കര ഒരു സംഭവം. കുറേ ഈച്ചയൊക്കെ വന്നിരിക്കുന്ന ഇവിടെ ഈച്ച കുറവാണെന്ന്, വേറെ റെസ്റ്റോറൻറ്റേക്കാട്ടിലും കുറവാണെന്ന്. വേറെ ആൾക്കാരെ എന്തിനാണോ താൻ എക്സാമ്പിൾ കാണിക്കുന്നത്? തൻ്റെ റെസ്റ്റോറൻറ്റിൽ ഈച്ച ഉണ്ടെന്ന് പറയുമ്പോൾ മറ്റേ തനി BJP കാരൻ കളിക്കരുത്. BJP എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ BJP കാർക്കുള്ളൊരു സോക്കേടാണ്. പ്രധാനമന്ത്രി മുതൽ അങ്ങ് അമിത്ഷാ മുതൽ എല്ലാവർക്കും ഉള്ള സോക്കേടാണ്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ കോൺഗ്രസിൻ്റെ നെഞ്ചത്തേക്ക് കയറും. പണ്ട് 70-ൽ പണ്ട് ഇന്ദിരാഗാന്ധി, പണ്ട് നെഹ്റു, അതൊക്കെ ഞങ്ങൾക്കറിയാം, എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോക്ക. അതേ പോളിസിയാണ് ഇങ്ങനത്തെ വേട്ടവളിയന്മാർ. അതായത് മറ്റുള്ളവൻ്റെ ഒരു തെറ്റ്, നമ്മളെ ഒരു തെറ്റ്, ഇയാളുടെ കാര്യം ഇത് തെറ്റല്ലേ ബായി എന്ന് ചോദിച്ചു കഴിയുമ്പോൾ വേറെ ആരുടെയെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് പറയുക ഞാൻ ഭയങ്കര മാന്യനാണ്, ഞാൻ ആരാന്നറിയില്ല, എനിക്ക് ടോക്സിസിറ്റി ഇഷ്ടമല്ല. ഇയാളുടെ ഒരു US മറ്റേ UK സ്ലാങ്ങിലുള്ള ഒരു ബ്രിട്ടീഷ് ആക്സെൻറ്റ്, ഹാവ് യു ബീൻ ടു ദ പ്ലേസ്, വാട്ട് ദ ഫക്ക് ഇവനെയൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തെറിയാണ് വരുന്ന വായിൽ. എടാ, നിന്നേക്കാട്ടിലും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരുപാട് മലയാളീസ് ഉണ്ടാ, ഒരുപാട് മലയാളീസ് ഉണ്ട്. മലയാളീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഇസ് നത്തിങ് മാൻ, ഇറ്റ്സ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്. നീയൊക്കെ എന്താടാ, എന്ത് ലോകം കണ്ടു, എന്ത് കാണിക്കുന്നു? റെസ്റ്റോറൻറ്റ് തുടങ്ങി, അവിടെ 10 പേര് വരുന്നു, കുറേ കാശുണ്ടാകുന്നു. എടാ, ഒരു കൊല്ലം 1000 മില്യൺ, 970 മില്യൺ ദിർഹംസ്, $900 മില്യൺ, $90 മില്യൺ ഇങ്ങനെ സമ്പാദിക്കുന്ന ആൾക്കാരെയൊക്കെ മലയാളീസ് പേഴ്സണലായിട്ടും പിന്നെ അവരുടെ ഓഫീസർമാരായിട്ടും അവരുടെ മറ്റേ മുതലാളിമാരായിട്ടും ഒക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ് ഈ മലയാളീസ്. ഈ മലയാളീസിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഈ മറ്റേ അരി വറക്കല്ലേ മോനെ, നിൻ്റെ മറ്റേ പപ്പട പരുവായി പോകും നിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, റാസ്കൽ.